നമസ്കാരം സുഹൃത്തുക്കളെ. വടക്കൻ മലബാറിന്റെ മണ്ണിൽ ചെണ്ടയുടെ താളം മുറുകുമ്പോൾ ആളിപ്പടരുന്ന തീക്കുണ്ടത്തിനു ചുറ്റും വേഷപ്പകർച്ചയോടെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. കാണുന്നവർക്ക് അത് കേവലം ഒരു നൃത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പലരും ചോദിക്കാറുണ്ട്, തെയ്യം യഥാർത്ഥത്തിൽ ഒരു ദൈവാവതാരമാണോ അതോ ആചാരപരമായ വെറുമൊരു പ്രകടനമാണോ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തെയ്യത്തിന് പിന്നിലെ ആ രഹസ്യത്തെക്കുറിച്ചാണ്. എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം എന്നാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും പ്രകടനമല്ല. മാസങ്ങളോളം കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ എടുത്താണ് ഒരു കോലധാരി തെയ്യം കെട്ടാൻ ഒരുങ്ങുന്നത്. മുഖത്തെഴുത്തും വേഷവും പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണാടി നോക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനെ മുഖദർശനം എന്ന് വിളിക്കുന്നു. ആ നിമിഷം മുതൽ അദ്ദേഹം തന്റെ വ്യക്തിത്വം വെടിയുകയും ആ ദൈവത്തിന്റെ സത്തയെ തന്നിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് തെയ്യം സംസാരിക്കുമ്പോൾ ഭക്തർ അത് ദൈവത്തിന്റെ വാക്കായി കേൾക്കുന്നതും അവർക്ക് മുന്നിൽ സങ്കടങ്ങൾ പറയുന്നതും. ഇനി ഇതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ നരവംശാസ്ത്രപരമായി ഇതൊരു അത്ഭുതകരമായ ആചാരപരമായ കലാരൂപമാണ്. തെയ്യങ്ങൾ വെറുതെ ഉണ്ടായതല്ല. പഴയകാലത്ത് ജീവിച്ചിരുന്ന വീരപുരുഷന്മാരും അനീതിക്കെതിരെ പോരാടി മരിച്ചവരുമാണ് പിന്നീട് തെയ്യക്കോലങ്ങളായി മാറിയത്. ഉദാഹരണത്തിന്, ജാതി വ്യവസ്ഥയ്ക്കെതിരെ അന്ന് ചോദ്യങ്ങൾ ഉയർത്തിയ പൊട്ടൻ തെയ്യം ഒരു വലിയ വിപ്ലവത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും വരും തലമുറയ്ക്ക് കൈമാറുന്ന ഒരു വലിയ കലാരൂപം കൂടിയാണിത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെയ്യത്തെ ഈ രണ്ട് വശങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണാൻ കഴിയില്ല. യുക്തിയോടെ നോക്കുന്നവർക്ക് ഇതൊരു അപൂർവമായ കലാരൂപമാണ്. അതിലെ സംഗീതവും നൃത്തവും ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത മുഖത്തെഴുത്തും നമ്മളെ അത്ഭുതപ്പെടുത്തും. എന്നാൽ വിശ്വാസികൾക്ക് ഇത് ആപത്തുകളിൽ തുണയാകുന്ന ദൈവത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യമാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ദൂരം ഇല്ലാതാകുന്ന ആ നിമിഷത്തെയാണ് നമ്മൾ തെയ്യം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ തെയ്യം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഏത് തെയ്യക്കോലമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.